ഞാൻ ഏകദേശം ഒരു വർഷം മുമ്പാണ് ബാലഭാസ്കർ റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ വീഡിയോൻ്റെ അകത്ത് ഞാൻ കുറച്ചധികം കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം, അന്ന് തുടരന്വേഷണത്തിന് വേണ്ടി ഹൈക്കോടതി ഉത്തരവിട്ട ഒരു സമയം, ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണമെന്നും ഒരു 3 മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും CBIക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ 2023 ഒക്ടോബർ 6-ാം തീയതിയാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതിന് തുടർന്ന് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഈ ഒരു ഹൈക്കോടതി പറഞ്ഞ പരാമർശവും അതിനെ തുടർന്ന് വന്നിട്ടുണ്ടായിരുന്ന കുറേ പേരുടെ വെളിപ്പെടുത്തൽ ഒന്നുകൂടി വെളിപ്പെടുത്തുന്ന കാര്യം, എസ്പെഷ്യലി കലാഭവൻ സോബി, പിന്നെ അഡ്വക്കേറ്റ്, അങ്ങനെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്നു. ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുന്ന കോണ്ടൻറ്റുമായിട്ട് ഇങ്ങനെ ഹുക്കപ്പ് ആവാറില്ല, ലൂപ്പിൽ പെടാറില്ല. പക്ഷെ ബാലഭാസ്കർ കേസിൽ ഞാൻ ഭയങ്കരമായിട്ട് ആ ലൂപ്പിലേക്ക് പെട്ടുപോയൊരവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും വണ്ടിയിൽ പോകുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റർ വന്ന് പറഞ്ഞു നിൽക്കുന്നത് ചിലപ്പോൾ ഈ ഒരു ബാലഭാസ്കർ റിലേറ്റഡ് ആയിട്ടുള്ള അപകടം, സ്വർണ്ണക്കടത്ത്, അതിൻ്റെ കോൺസ്പിറസി, എന്തോ ഞാൻ ആ ഒരു ലൂപ്പിലാണ്. ഓക്കെ, ഇപ്പോഴും പല കാര്യങ്ങളും ഞാൻ ഇതിനെക്കുറിച്ച്, ഈ ടോപ്പിക്കിനെ കുറിച്ച് ഒന്നും ഇല്ലാത്തപ്പോൾ, ഒരു കാരണം കൊണ്ട് ബാലഭാസ്കറിൻ്റെ മാറ്റർ കയറി വരാത്തപ്പോൾ പോലും ചില സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വന്ന് കണക്ട് ചെയ്തിട്ട് വന്ന ആ സംഭവം ഉണ്ടായത്. ഓക്കെ, അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇപ്പം എന്താണ് ഈ കോണ്ടന്റ് എന്ന് ചോദിക്കുമ്പോൾ, റീസെൻ്റ്ലിയാണ് പെരിന്തൽമണ്ണ, എൻ്റെ വീട് മലപ്പുറത്താണ്, പെരിന്തൽമണ്ണ ഒരു ജ്വല്ലറി ഉടമ രാത്രി കട അടച്ച് ബൈക്കിൽ സ്വർണം കൊണ്ട് അയാളുടെ വീട്ടിൽ പോകുമ്പോൾ കുറച്ച് പേര് കാറ് വന്ന് അയാളെ തട്ടി ഇടിച്ചിട്ട് സ്വർണം അടിച്ചു മാറ്റിപ്പോയി, സ്വർണം പൊട്ടിക്കൽ. ഓക്കെ, അപ്പോൾ ഈ വിഷയം ആസ് യൂഷ്വൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് അതിൻ്റെ CCTV വിഷ്വൽസ് കിട്ടി. അപ്പോൾ ഞാനിങ്ങനെ നോക്കി, ആ സ്വർണം പൊട്ടിക്കൽ, സ്വർണം കടത്തി, ഈ സാധനം നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. അപ്പോൾ അതിങ്ങനെ വളരെ കാഷ്വലായിട്ട് എടുത്തു. റീസെൻ്റ്ലി ഷിയാസ് കരീമിൻ്റെയും നമ്മുടെ അഖിൽ NRDൻ്റെയും കല്യാണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചിയിലേക്ക് പോകുമ്പോൾ മൊയ്നൂസ് വ്ലോഗ്, നമ്മളെ മൊയ്നുഖാനെ പെരിന്തൽമണ്ണ മലയാളി സ്റ്റാൻഡിൻ്റെ അവിടുന്ന് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് പെരിന്തൽമണ്ണ നമ്മളെ KR ബേക്കറിൻ്റെ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിൽ കുറേ പോലീസുകാരുടെ വണ്ടിയും പോകുന്നുണ്ട്, കൂട്ടത്തിൽ ന്യൂസ് 18 റിപ്പോർട്ടർ ചാനലിൻ്റെയൊക്കെ വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്നേഹനോട് പറഞ്ഞിട്ട് എന്തോന്നറിയ സംഭവിച്ചതെന്ന്. അപ്പോൾ സ്നേഹന പറഞ്ഞ് സ്വർണം പൊട്ടിച്ച കേസുണ്ടല്ലോ, അപ്പം മേ ബി അതിൻ്റെ ആളുകളെ പിടിച്ച് കാണും, സോ പത്രസമ്മേളനമോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞു. അതവിടെ ഞാൻ ഡ്രോപ്പ് ചെയ്തു. അത് ആസ് യൂഷ്വലി ഇപ്പോൾ പറഞ്ഞ പോലെ മലപ്പുറത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ റെഗുലർ എക്സസൈസാണ്, നടക്കാറുണ്ട്. അപ്പോൾ അതവിടെ ഡ്രോപ്പായി. പിന്നെ ഞാൻ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ ദിവസം ഷിയാസിൻ്റെ കല്യാണം അറ്റൻഡ് ചെയ്തു. നെക്സ്റ്റ് ഡേ NRDൻ്റെ കല്യാണം അറ്റൻഡ് ചെയ്തു. കൊച്ചിയിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ രാത്രിയായപ്പോൾ കുറച്ച് നേരം വൈകിയപ്പോൾ റൂം എടുത്ത് അവിടെ തന്നെ കൊച്ചിയിൽ നിന്ന് രാവിലെ പോരാന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാനിങ്ങനെ ജസ്റ്റ് ഓക്കെ, പെരിന്തൽമണ്ണ സ്വർണം പൊട്ടിച്ച കേസ് ഉണ്ടല്ലോ, നാളെ എന്തെങ്കിലും ഒരു കോണ്ടന്റ് ചെയ്യാം അത് റിലേറ്റഡ് ആയിട്ട് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നടന്ന സംഗതിയില്ലേ, അങ്ങനെ എടുത്ത് പരതി നോക്കുമ്പോൾ ഒരു പേര് ഈ കേസിൽ എനിക്ക് വളരെ ഫെമിലിയർ ആയിട്ട് തോന്നി. ഓക്കെ, വളരെ ഫെമിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേര് ഞാൻ വേറെ എവിടേക്കോ കേട്ട് ഭയങ്കരമായിട്ട് എനിക്ക് സ്ട്രൈക്കിംഗ് ആണ്. ആ പേര് വേറെ ഒന്നുമല്ല, തൃശ്ശൂർ പാട്ടൂരായിക്കൽ പറക്കോട്ടിൽ ലൈനിൽ കുറിയേടത്തുമന അർജുൻ. ഓക്കെ, അർജുൻ. പ്രത്യേകിച്ച് എനിക്ക് സ്ട്രൈക്കിംഗ് ഇതാണ്, പാട്ടുരായിക്കൽ പറക്കോട്ടിൽ കുറിയേടത്തുമന അർജുൻ. ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഞാനിങ്ങനെ കൂടുതലായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ പെരിന്തൽമണ്ണ സ്വർണം പൊട്ടിക്കൽ ഇൻസിഡൻറ്റിൻ്റെ ഫർദർ ആയിട്ടുള്ള ന്യൂസും സാധനങ്ങളൊക്കെ എടുത്ത് കാണാനും അതിൻ്റെ ഡീറ്റെയിൽസ് ചെകഞ്ഞെടുക്കാനും തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ അന്ന് സ്വർണം പൊട്ടിച്ച ആളുകളെ പിടിച്ച സമയത്ത് നമ്മുടെ മലപ്പുറം SP കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ന്യൂസ്, അതായത് ആ പത്രമാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡീറ്റെയിലിംഗ്, അത് ഞാനിവിടെ വയ്ക്കാം. ഒരു വർഷം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് പ്രതികൾ കവർച്ച നടത്തിയത്. പെരിന്തൽമണ്ണ KM ജ്വല്ലേഴ്സ് ഉടമകളായ യൂസഫിനെയും ഷാനവാസിനെയും നിരീക്ഷിക്കാൻ 2 പേരെ സംഘം നിയോഗിച്ചിരുന്നു. ഇവർ നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വ്യാഴാഴ്ച രാത്രി കവർച്ച നടത്തിയത്.
എല്ലാവരും കൂടിയിട്ട് 13 വ്യക്തികളാണ് ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷന്റെ പുറകിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വ്യക്തികൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സ്വർണം കവർച്ച നടത്തിയ സംഘത്തിൽ ഉൾപ്പെട്ട 4 പേരെ വെള്ളിയാഴ്ച രാവിലെ തന്നെ പോലീസ് തൃശൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ 2 പേരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിൽ നിന്നാണ് കവർച്ചാ സംഘത്തിലെ മറ്റുള്ളവരിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്. 11-ാം തീയതിയോ മറ്റോ ആണ് അവർ ആദ്യം ഈ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരുന്നത്. അന്നേ ദിവസം ഇതിന്റെ ഇൻഫോർമൻസ് എല്ലാവരും റെഡി ആയിരുന്നെങ്കിലും ദൗർഭാഗ്യവശാൽ അന്നേ ദിവസം ഈ ഓപ്പറേഷൻ നടക്കാതിരുന്നത് കൊണ്ട് പുതിയ ടീമുകളെ തൃശ്ശൂരിൽ നിന്ന് അറേഞ്ച് ചെയ്ത് പിന്നീടാണ് ഈ നമ്മളുടെ D-Dayയിൽ ഈ ഓപ്പറേഷൻ നടത്തുന്നത്. കവർച്ചയിൽ നേരിട്ടും അല്ലാതെയും പങ്കുള്ളത് 17 പേർക്കാണ്. ഇതിൽ 4 പേർ കൂടി ഇനിയും വലയിലാകാനുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഓക്കെ, ഇതാണ് പോലീസ് ഡീറ്റെയിലിംഗ് ഉണ്ടായത്. അപ്പം ഞാൻ ഈ പേരുകൾ നോക്കുമ്പോൾ ശരിയാണല്ലോ, തൃശ്ശൂരുകാരൻ അർജുൻ, അതും ഞാൻ നേരത്തെ വായിച്ച വീട്ടുപേരും സ്ഥലപ്പേരൊക്കെ എനിക്ക് വളരെ ഫെമിലിയർ ആയിട്ട് തോന്നി. ഫോട്ടോ നോക്കുന്ന സമയത്തും இந்த ഫോട്ടോയിൽ പാക്കറ இந்த മൂഞ്ചി എങ്കയോ ഇരിക്കുന്നത് എൻ്റെ മൈൻഡിൽ എവിടെയുണ്ട്. ഞാനൊരു CBI അല്ല, പോലീസല്ല, ഒരു രീതിയിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമല്ല, സീക്രട്ട് ഏജന്റ് എന്നുള്ള പേര് യൂട്യൂബിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ സായി കൃഷ്ണനാണ്. അപ്പോൾ എന്താണെങ്കിലും എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ അർജുൻ ഇവനെ എങ്ക പാത്തിരിച്ചെന്ന് നോക്കുമ്പോഴാണ് ഈ ബാലഭാസ്കർ കേസിലെ അന്ന് ബാലഭാസ്കർ മരിക്കുന്ന സമയത്ത് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ അത് ഇന്ത അർജുൻ താൻ, ഇവൻ ഗാജ ഫ്രോഡാണ് എന്നുള്ളത് അന്ന് തന്നെ ഈ കേസ് ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ATM കവർച്ച, നാഗമാണിക്യം, മന്ത്രവാദം, സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെ എല്ലാ ഗജ ഫ്രോഡ് പരിപാടികളിലും ഇവൻ ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്. ഓക്കെ, അപ്പം ഇവൻ ഇന്ത തിരുട്ട് മൂഞ്ചി ഇതിലും ഇൻവോൾവ് ആണ് എന്നുള്ള കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ഞാൻ കൺക്ലൂഷനിലെത്താൻ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ ഇവൻ്റെ മുകളിൽ വീണ് ഇതിന് മുമ്പുള്ള FIR കാര്യങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ കാരണം നമുക്ക് മാച്ച് ചെയ്ത് നോക്കണമല്ലോ. കാരണം ഒരാളുടെ അഡ്രസ്സും സാധനവും കൃത്യമാണോ എന്നുള്ളത് നോക്കണമല്ലോ. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് ബാലഭാസ്കറിൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിനകത്ത് ഈ പേരുണ്ട്. അത് 01BG6622 ഡ്രിവൻ ബൈ ശ്രീ അർജുൻ K നാരായണൻ എന്ന് തന്നെയാണ്, കറക്റ്റാണ്. അപ്പം ഇനി അടുത്ത ഞാൻ എന്താ നോക്കണ്ടേ, ഇവൻ്റെ അഡ്രസ്സ് ശരിയാണോ നോക്കണം. അപ്പോൾ ഈ അർജുൻ K നാരായണനും കേരള ഹൈക്കോർട്ടിൽ സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് ഇവൻ ബെയിൽ, അതായത് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ഇവൻ ബാങ്ക് മോഷണം നടത്തിയ സമയത്ത് ഇവൻ്റെ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്ത സ്ഥലത്ത് ഇവൻ്റെ അർജുൻ K നാരായണൻ ഏജ് 21 സൺ ഓഫ് നാരായണൻ കുരിയേടത്ത് മന പറക്കോട്ടിൽ ലൈൻ പാട്ടൂരായിക്കൽ തൃശ്ശൂർ ഇവൻ തന്നെയാണ് അവൻ. മനസ്സിലായ? അപ്പം സ്വർണ്ണക്കടത്തുമായിട്ടും അല്ലെങ്കിൽ ഇപ്പോഴും ഇവൻ ആക്റ്റീവാണ് സ്വർണം പൊട്ടിക്കലിൽ. അന്ന് തന്നെ ബാലഭാസ്കറിൻ്റെ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് അതിനകത്ത് ഒരു കലാഭവൻ ശോഭി, ബാലഭാസ്കറിൻ്റെ അച്ഛൻ, അങ്ങനെ കുറേ പേര് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഇതിൽ ഒരുപാട് പേർക്ക് ഓക്കെ ഈ അർജുന് മാത്രമല്ല, ഫൈൻ, ഈ അർജുന് മാത്രമല്ല, ബാലഭാസ്കറുമായിട്ട് ബന്ധപ്പെട്ട പല ആളുകൾക്കും സ്വർണ്ണക്കടത്തും പരിപാടികളുമായിട്ട് ഭയങ്കര ക്ലോസ് പരിപാടികളുണ്ട്, അകത്തായിട്ടുമുണ്ട്. പ്രകാശൻ തമ്പി നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല, ഈ നമ്മുടെ ബാലഭാസ്കറിൻ്റെ മാനേജറായിട്ടുണ്ടായിരുന്ന പ്രകാശൻ തമ്പി സ്വർണം 25 കിലോ കടത്തിയ കേസിൽ പ്രകാശൻ തമ്പി ഒരു വട്ടം അകത്തായിട്ടുണ്ട്. പ്രകാശൻ തമ്പി മാത്രമല്ല, വിഷ്ണു, ഇതൊക്കെ ഈ പറഞ്ഞ ബാലഭാസ്കറുമായിട്ട് മരിക്കുന്ന മുമ്പ് വരെ അയാളുടെ മെയിൻ ആളുകളായിട്ട് അയാളുടെ ബാക്കി കൺസേർട്ടും കാര്യങ്ങളും ഒക്കെ ഓർഗനൈസ് ചെയ്യുക, അയാളുടെ ലൈഫിൽ ബാക്കി കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു ലീഗലി എഴുതി വെച്ച മാനേജർ അല്ലെങ്കിൽ എപ്പോഴും മറ്റേ കാശ് കൊടുത്ത് നമ്മൾ സാലറിയിൽ വെക്കുന്ന മാനേജർമാരല്ലാതെ പോലും തമ്പിയും വിഷ്ണു ഒക്കെ ഈ പറഞ്ഞ ബാലഭാസ്കറിൻ്റെ ലൈഫിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള അടുത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ തന്നെയായിരുന്നു. അപ്പോൾ ഇവർ 200 കിലോ ഗോൾഡും DRI റിവീൽ ചെയ്തതാണ്, 25 കിലോ ഗോൾഡും. ഇവർ ചില്ലറക്കാരല്ല, ഇവർ ഗോൾഡ് പൊട്ടിക്കുന്ന പരിപാടി അല്ലെങ്കിൽ ഗോൾഡ് സ്മഗ്ലിങ്ങുമായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ടുള്ള ആളുകളാണ്. ആ കൂട്ടത്തിൽ തന്നെ ക്ലോസ് റിലേഷൻ ഈ പറഞ്ഞ സ്വർണ്ണ കടത്തും സ്വർണം പൊട്ടിക്കലുമായിട്ടുള്ള ഒരുത്തൻ തന്നെയാണ് അർജുന്. ഓക്കെ, ഇവിടെയൊക്കെയാണ് എൻ്റെ ക്യൂരിയോസിറ്റി, എൻ്റെ സംശയങ്ങൾ, എൻ്റെ ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ വരുന്നത്. കാരണം ഞാൻ പറയാം, ഇതിൽ ഈ അർജുനാണ് വാഹനം ഓടിച്ചത് എന്നുള്ളത് ബാലഭാസ്കറിൻ്റെ വൈഫ് മൊഴി കൊടുത്തപ്പോഴാണ് ഒന്നും കൂടി ക്ലിയർ ആയത്. ഓക്കെ, കാരണം
ആദ്യം ഈ അർജുൻ പറഞ്ഞത് അവനല്ല ഓടിച്ചേ എന്നുള്ളതായിരുന്നു. പിന്നെ ബാലഭാസ്കറിൻ്റെ വൈഫ് തന്നെ ഇവൻ തന്നെയാണ് വണ്ടി ഓടിച്ചതെന്ന് പറയുമ്പോഴാണ് പിന്നെ ഇവനും ഇത് അഡ്മിറ്റ് ചെയ്തതും. പിന്നെ ഈ റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ഡ്രൈവിങ്ങിനും അതിനും ഇതിനൊക്കെ ഇവനെതിരെ കേസ് ഇട്ടതും പിന്നെ ഇവൻ ഒളിവിൽ പോയി മുങ്ങുന്നതും ഒക്കെ നടന്നത് ആ ഒരു ടൈമിൽ നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഇനി ഞാനിവിടെ വെക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡസ്. അതായത് ഒരു ക്രൈം നടക്കുമ്പോൾ ആ ക്രിമിനൽ ആക്ടിവിറ്റിക്ക് ഒരു മോഡസ് കാണും, ഒരു പാറ്റേൺ കാണും. പെരിന്തൽമണ്ണ നടന്നൊരു പാറ്റേൺ, ഒരു കൂട്ടം ആളുകൾ കണ്ണൂരിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ വരുന്നു. 1.5 വർഷം എടുത്തിട്ടുള്ള പ്ലാനിങ്, പലർക്കും തമ്മിൽ അറിയില്ല. കാറിൽ ഒരു കൂട്ടം പരസ്പരം പേര് പോലും അറിയാത്ത ആളുകൾ കൂട്ടം കൂടി ഒരു വ്യക്തിയെ സ്കെച്ച് ചെയ്ത് വന്ന് അയാളുടെ കയ്യിൽ നിന്ന് സ്വർണം പൊട്ടിച്ചിട്ട് പോവാം. ഈ സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുന്നത് വളരെ ഫെമിലിയർ ടേമായിരിക്കും ഈ സ്വർണ്ണക്കടത്തുകാരുടെ ഇടയിലോ അല്ലെങ്കിൽ ന്യൂസൊക്കെ കേൾക്കുന്നവർക്ക് അറിയാം. സ്വർണം പൊട്ടിച്ചിട്ട് പോകുന്ന പരിപാടി. ഇതേപോലൊരു മോഡസ് തന്നെയാണോ ബാലഭാസ്കറിൻ്റെ കാര്യത്തിലും സംഭവിച്ചേ എന്നുള്ള ഡൗട്ടുകളാണ് എനിക്ക് വരുന്നത്. ഞാൻ വീണ്ടും പറയുന്നത് ഇതെൻ്റെ സംശയമാണ്. ഞാൻ CBI പോലീസോ ഒന്നുമല്ല. ബട്ട് ഇത്രയും ആക്റ്റീവായിട്ട് സ്വർണ്ണക്കടത്തുമായിട്ട് നിൽക്കുന്ന ആളുകൾ ബാലഭാസ്കറുമായിട്ട് ക്ലോസ് റിലേഷൻ, ഒരാൾ ഡ്രൈവർ, ഒരാൾ മാനേജർ, ഒരാൾ ക്ലോസ് ആയിട്ട് ഫ്രണ്ട് കാര്യങ്ങൾ. അപ്പം പിന്നെ ബാലഭാസ്കറിൻ്റെ മരണം ഒരു പ്ലാൻഡ് സ്കെച്ച് മേർഡർ ആവാൻ സാധ്യതയില്ലേ? ഇല്ലേ? ബാലഭാസ്കറിനെ ഫ്രെയിം ചെയ്ത് തട്ടിയതാവാൻ തന്നെ സാധ്യതയില്ലേ? അങ്ങനെയാണ്. കാരണം അന്ന് ന്യൂസ് വന്ന സമയത്ത് ഈ ഡ്രൈവറായ അർജുന് കാര്യമായിട്ടുള്ള പരിക്കുകളില്ല. അങ്ങനെ പരിക്കുകളുള്ള ആൾ കേസ് തുടങ്ങുമ്പോഴത്തേക്ക് ഡൽഹിക്ക് മുങ്ങൂല. അയാൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. ഒരു മരത്തിൻ്റെ മുകളിലേക്ക് സെൻറ്റർക്ക് ഇടിച്ച് കയറ്റിയായിരുന്നു. വലിയൊരു വളവ് തിരിഞ്ഞാണ് വണ്ടി വരുന്നത്. ഡ്രൈവർ ഉറങ്ങിയതാണ്, അമിത വേഗതയാണെങ്കിൽ അവിടെ മറയേണ്ട വണ്ടി അവിടെ മറയ്ക്കാതെ നേരെ വന്ന് കുത്തി കയറ്റിയത് അവിടെ നിന്ന മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഹെഡ് ഓൺ കൊലീഷനാണ്. അന്ന് കലാഭവൻ സോബി പറഞ്ഞ കുറച്ച് കാര്യങ്ങളും ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ നടന്ന സംഭവവും എല്ലാം കൂടി നോക്കുമ്പോൾ ഒരേ മോഡസ് തോന്നുന്നു എനിക്ക്. പക്ഷേ ഈ മോഡസിൻ്റെ ഇടയിൽ ഈ ബാലഭാസ്കർ ഇഷ്യൂവിൽ ഒരു ഫോൾട്ട് അവർക്ക് സംഭവിച്ചു തോന്നുന്നു എനിക്ക്. അതും ഞാൻ പറഞ്ഞുതരാം. സെയിം മോഡസാണ്. ഒരു കൂട്ടം ആളുകൾ അവിടുന്ന് ഇവിടുന്ന് പ്ലാൻ ചെയ്ത് സ്കെച്ച് ചെയ്ത് കയറുന്നു. സ്വർണം വണ്ടിയിലുണ്ടെങ്കിൽ ആ വണ്ടി സ്കെച്ച് ചെയ്യുന്നു. അത് ബൈക്കോ കാറോ എന്തോ ആയിക്കോട്ടെ, അത് സ്കെച്ച് ചെയ്യുന്നു. ടപ്പേന്ന് പറഞ്ഞ കാര്യങ്ങൾ വരുന്നു, ഇടിക്കുന്നു, തട്ടുന്നു, പൊട്ടുന്നു, പോകുന്നു. ഇതാണ് അവരുടെ ഒരു മോഡസ് എന്ന് പറയുന്ന പരിപാടി. ഇവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത് ആദ്യം നമുക്ക് കലാഭവൻ സോബി ദൃക്സാക്ഷി എന്ന് പറഞ്ഞ് കലാഭവൻ സോബി ഒരുപാട് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. കലാഭവൻ സോബി റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതും ആദ്യം പറഞ്ഞതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ബാലഭാസ്കറിൻ്റെ വണ്ടി ആക്സിഡൻ്റായി ഏകദേശം ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ അതിൽ ഞാൻ തിരുനെല്വേലിക്ക് പാസ് ചെയ്ത് പോയ ആളാണ്. വണ്ടി ആക്സിഡൻ്റ് ആയപ്പോൾ ബാലുവിൻ്റെ അന്നൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾ പാസ് ചെയ്യണം, സൈഡിലൊരു ഇനോവ ഇടിച്ച് മറിഞ്ഞ് കിടക്കണതായിട്ടാണ് കാണുന്നത്. ആൾക്കാർ ഓടിക്കൂടണേ ഉള്ളൂ. ഈ സമയത്ത് ഞങ്ങൾ മുന്നോട്ടേക്ക് ഞാൻ പോണ സമയത്ത് റോഡിൻ്റെ ഇടത് സൈഡ് ഒരാൾ ഓടുന്നുണ്ട്. ഒരു ഹാഫ് പാൻറ്റ് കയറി ഇറങ്ങിയിട്ടിട്ട് ഒരു ചെറുപ്പക്കാരനും വലു സൈഡിൽ ബൈക്കേൽ വണ്ടി സ്റ്റാർട്ടാവാത്ത രീതിയിൽ തുഴഞ്ഞു പക്ഷേ വണ്ടി സ്റ്റാർട്ടാണ്, തുഴഞ്ഞു നല്ല സ്പീഡിൽ വെപ്രാളപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഓർത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ആക്സിഡൻ്റ് ആയ ആരെങ്കിലും സ്വന്തക്കാരായിരിക്കും ഈ പോകണമെന്ന് ഓർത്ത് അവരുടെ അടുത്ത് എത്തുമ്പോൾ അവരെ കയറ്റാമെന്ന് ഓർത്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവർ ഫ്രണ്ടിൽ പോകുന്ന ഒരു വണ്ടികൾക്കും കൈ കാണിക്കണില്ല. പക്ഷെ ഞാൻ അടുത്ത് വന്നിട്ട് ഓണടിച്ച് തിരിഞ്ഞു നോക്കിയിട്ടും അവർ നമ്മളെ ആരെയും ശ്രദ്ധിക്കാണ്ട് മുന്നോട്ട് പോവാണ്. അങ്ങനെ ഞാൻ നേരെ പോയി കഴക്കൂട്ടത്ത് നിന്നപ്പോഴാണ് അറിയണേ ബാലഭാസ്കറിൻ്റെ വണ്ടിയാണ് ആക്സിഡൻ്റ് ആയതെന്ന് അറിയണത്. അപ്പോഴും അദ്ദേഹം മരിച്ചതായിട്ടൊന്നും അറിയണില്ല. പിന്നെ ഞാൻ നേരെ പോയി. പിന്നെയാണ് മരിച്ച വിവരം അറിയണതും പിന്നീട് ഈ ദുരൂഹതകൾ വന്നത്. ഈ ദുരൂഹതകൾ ഇങ്ങനെ വന്ന ഒരു സംശയം ആൾക്കാർ വീട്ടുകാരൊക്കെ പറഞ്ഞു വന്ന സമയത്ത് എനിക്ക് ബാലുവായിട്ട് നേരിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ സുഹൃത്തായ മധുബാലകൃഷ്ണനെ വിളിച്ചു. മധുബാലകൃഷ്ണൻ്റെ സ്വന്തക്കാരനാണ് ഈ ബാലഭാസ്കർ. അങ്ങനെ മധുവിനെ വിളിച്ചപ്പോൾ മധു പറഞ്ഞു പുള്ളിയുടെ ഒരു മാനേജറുണ്ട് പ്രകാശ് തമ്പി എന്ന് പറഞ്ഞ്, പുള്ളീനെ വിളിച്ച് ചേട്ടന് കാര്യമൊന്ന് പറയേ, അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉണ്ടാവും, പുള്ളീനെ വിളിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രകാശ് തമ്പീനെ വിളിക്കുകയാണ്. വിളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പുള്ളിയോട് പറയുമ്പോൾ പുള്ളി അതൊരു നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊരു സത്യമാണെന്നോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും സത്യസന്ധത ഉണ്ടെന്നോ ഒന്നും പുള്ളി പറയേണ്ട. അതിനെ എഗനസ്റ്റായിട്ട് പുള്ളി അന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് കലാഭവൻ സോബി ആദ്യമായിട്ട് ചാനലുകൾക്ക് മുമ്പിലും അല്ലെങ്കിൽ അയാളുടെ ആദ്യമായിട്ടുള്ള വെളിപ്പെടുത്തൽ ഇതാണ്. പ്രകാശൻ തമ്പിയോട് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഈ പ്രകാശൻ തമ്പി എന്താ ചെയ്തേ? ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഇത് എവിടെയും പറയരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ സോബി ഇത് കണ്ടല്ലോ. പിന്നെ എങ്ങനെ എന്ത് ചെയ്യണം? ഈ സാധനങ്ങൾ കുഴിച്ചു മൂടാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഫ്രെയിം ചെയ്യുകയോ വേണം. പ്രകാശൻ തമ്പി എന്ത് ചെയ്ത്? ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നു, ഇതിൻ്റെ ഡൗട്ട്സാണ് ഞാനിവിടെ പറയുന്നത്. ഞാനിത് ഉറപ്പായിട്ടൊന്നും പറയുന്നില്ല. ഈ പ്രകാശൻ തമ്പി ആണെങ്കിലും ഈ പറഞ്ഞ അർജുനാണെന്നുണ്ടെങ്കിലും സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കലുമായിട്ട്
പരിപാടി ആക്ടിവിറ്റീസ് വളരെ ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു, ഇപ്പോഴും ആണ്. ഓക്കെ, ബാലഭാസ്കറിന് ഇതിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ബാലഭാസ്കറിൻ്റെ അച്ഛൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ബന്ധമുണ്ടെങ്കിൽ പുറത്ത് വന്നോട്ടെ, വിഷയമുള്ള കാര്യമൊന്നുമില്ല. ഓക്കെ, മരിച്ചു പോയ ആളാണ്, എൻ്റെ മകനാണ്, ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇല്ലീഗൽ ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ പുറത്ത് വന്നോട്ടെ. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് പറയുകയാണ്, തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക്, അതായത് ക്ഷേത്ര ദർശനത്തിന് വേണ്ടി എല്ലാം സെറ്റാക്കി വെച്ച ബാലഭാസ്കർ, ഒന്നില്ലെങ്കിൽ ബാലഭാസ്കറിന് കോൾ വരാം, അല്ലെങ്കിൽ അർജുൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് കള്ളത്തരം പറഞ്ഞിട്ട് വരെ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അന്നേ ദിവസം കൊണ്ടുപോകാം. അല്ലെങ്കിൽ ബാലഭാസ്കറിൻ്റെ വൈഫിന് അറിയുമായിരിക്കും ഇത് എന്ത് റീസൺ കൊണ്ടാണ് ഇവർ ആ ക്ഷേത്ര ദർശനം ഒഴിവാക്കിയിട്ട് അന്നേ ദിവസം തിരുവനന്തപുരത്തേക്ക് രാത്രി ട്രാവൽ ചെയ്തതെന്നുള്ളത്. അത് അവർ പറയേണ്ട കാര്യമാണ്, അവരിപ്പോഴും സൈലൻ്റാണ്. ഇതൊന്നില്ലെങ്കിൽ അർജുൻ ഫ്രെയിം ചെയ്തൊരു കാര്യം, അതായത് വണ്ടിക്കകത്ത് ഒരുപാട് പെട്ടികളുണ്ട്, അതിൻ്റെ ദൃക്സാക്ഷി മൊഴിയൊക്കെ അന്നുണ്ട്, അതും കൂടി ഞാൻ ഇവിടെ വയ്ക്കാം. ഒരുപാട് പെട്ടികളുണ്ട്, ആ പെട്ടിക്കകത്ത് ഗോൾഡ് ഉണ്ടായിരിക്കും. ഈ ഗോൾഡ് എങ്ങനെ വന്നു, ആര് വന്നപ്പോൾ കൊണ്ടുവന്നു? ഓക്കെ, ഈ പറഞ്ഞ ബാലഭാസ്കറിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഈ തമ്പിക്കും അർജുനും ആ ടീമിനൊക്കെ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ പരിചയപ്പെടുത്തി കൊടുത്തത് ബാലഭാസ്കർ ആണെന്നുള്ളത്. ഓക്കെ, അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വയ്ക്കാം, ഈ നറേഷൻ നിങ്ങൾ കേൾക്കുക. അപ്പോൾ ഈ വണ്ടിക്കകത്ത് ഗോൾഡ് എങ്ങനെ വന്നതെന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ നമ്മളെ ഊഹാപോഹം പോലെ നമുക്ക് എടുക്കാം. എന്തായാലും വണ്ടിക്കകത്ത് ഗോൾഡ് കാണും. ഈ ഗോൾഡ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ ഡ്രൈവറായുള്ള അർജുൻ ഒരു ടീമിനെ ഏൽപ്പിക്കുകയാണ്, അതായത് അർജുൻ്റെ ടീം. ഈ അർജുൻ്റെ ടീം ഗോൾഡ് ഈ ശരിക്കും ഈ ഗോൾഡ് തമ്പിയിലേക്ക് എത്തേണ്ട ഗോൾഡായിരിക്കും. ഓക്കെ, അതിനിടയിൽ അർജുൻ ഇത് മുക്കാനൊരു പ്ലാൻ ഇട്ടിട്ട് അർജുൻ്റെ ടീം ഗോൾഡ് തട്ടിയെടുക്കാൻ വരികയാണ് ഈ പെർട്ടിക്കുലർ ദിവസം. അപ്പോൾ ഈ യാത്ര ഓണാക്കുക എന്നുള്ളത് ആരുടെ പരിപാടിയാണ്? അർജുൻ്റെ പരിപാടിയാണ്. മേ ബി അന്നേ ദിവസം രാത്രി തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടത് അർജുൻ്റെ ആവശ്യമായിരിക്കും. കാരണം അന്നേ അവർക്ക് ഫ്രെയിം ചെയ്ത രീതിയിൽ ഗോൾഡ് തട്ടിയെടുക്കാൻ പറ്റൂ. അതിന് വേണ്ടിയിട്ട് ഗോൾഡ് തട്ടിയെടുക്കാൻ വേണ്ടി രാത്രി വണ്ടി എടുത്തിട്ട് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവാണ്. ആ ടൈമിൽ അർജുൻ്റെ ടീം വന്നു. അർജുൻ്റെ ടീം വന്നിട്ട് സോബി പറയുന്നുണ്ട്, കൃത്യമായിട്ട് കലാഭവൻ സോബി പറയുന്നുണ്ട്, വണ്ടി അടിച്ചു പൊട്ടിച്ചതാണ്. ഓക്കെ, വണ്ടി അടിച്ചു പൊട്ടിച്ചതാണ്, അല്ലാതെ മരത്തിൽ തട്ടിയിട്ടുണ്ടായ ഒരു ഇഷ്യൂ അല്ല വണ്ടിക്ക്. വണ്ടി ആദ്യം തല്ലി പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. 2018 സെപ്റ്റംബർ 24 എൻ്റെ മകളുടെ കല്യാണ നിശ്ചയമാണ് ചാലക്കുടിയിൽ വെച്ച്. അതിനുശേഷം വൈകിട്ടോടുകൂടി അവിടുന്ന് ഒരു 5 മണിയോടുകൂടി ഞാൻ തിരുനെൽവേലിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോകുന്ന വഴി ചേർത്തലയിൽ വെച്ച് എൻ്റെ വണ്ടിയുടെ ബെൻസ് കാറിൻ്റെ സർവീസ് ഇൻഡിക്കേഷൻ കത്തി. ഞാൻ വണ്ടി സർവീസ് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ കുറഞ്ഞ 2 ദിവസം പിടിക്കുക അവിടെ നിന്ന് കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈവറെ വിളിച്ചിട്ട് പറഞ്ഞു, രാവിലെ നീ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയാൽ നമുക്കൊരു വരെ പോകണമെന്ന് പറഞ്ഞു. അവൻ എത്തിയേക്കാന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അങ്ങനെ ഞാൻ പോയി കൊല്ലത്തെത്തി. കൊല്ലത്തൊരു കൊല്ലം ടൗണിലുള്ള കപ്പേള കഴിയുമ്പോൾ തന്നെ ഇടത് സൈഡിലുള്ള ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിൽ ഒരു മാക്ഡൊണാൾഡ്സ് ആണോ KFC ആണോ ഞാൻ കൃത്യമായിട്ട് ഓർക്കണില്ല. അവിടുത്തെ അവസാനത്തെ ബില്ല് എൻ്റെ ബില്ലാണ്. അവിടുന്ന് ഭക്ഷണം കഴിച്ച് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ ഈ പള്ളിപ്പുറം മംഗലാപുരം സൈഡ് വെച്ചിട്ട് എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ വണ്ടി ഒരു പമ്പിൽ ഒതുക്കി. അപ്പോൾ ക്യാമറയുടെ മുമ്പിൽ ഒതുക്കി. പമ്പിൽ കുറച്ച് ബസ്സുകളൊക്കെ കിടക്കുന്നുണ്ട്, വേറെ വർക്കിംഗ് ഒന്നുമല്ല, അതും റോഡായിട്ടൊരു കുറച്ച് ഡിസ്റ്റൻസും ഉണ്ട്. അതിന് ഒതുക്കി ഞാൻ അവിടെ കിടന്നു. ഏകദേശം ഒരു 3 മണി അല്ലെങ്കിൽ 3:05 ആ സമയത്തോടു കൂടി, സമയങ്ങൾ കുറച്ച് എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് ഓർക്കണം, എന്നാലും ഏകദേശം ആ ടൈമാണ്. സമയത്തോടു കൂടി വലിയൊരു സൗണ്ട് കേട്ടു, വണ്ടി ഒന്ന് ബ്രേക്ക് ചെയ്യണമായിട്ട് ഒരു സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ ഒരു വെള്ള സ്കോർപ്പിയോ റോഡ് സൈഡിൽ വന്ന് ഒതുക്കി. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു 5-6 നല്ല കൊട്ടേഷൻ ടീമുകളൊക്കെ ഇട്ടുള്ള ആൾക്കാർ ഇറങ്ങിക്കും. അപ്പോൾ ഒരു മങ്ങിയ വെളിച്ചത്തിലാണ് എനിക്കത് കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞൊരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബാലഭാസ്കർ സഞ്ചരിച്ചു എന്ന് പറയുന്ന ഈ നീല ഇന്നോവ അവിടെ വന്ന് നിന്നു, എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നു. ബാലഭാസ്കറിൻ്റെ വണ്ടിയുടെ ഗ്ലാസ് ഇവർ അടിച്ചു പൊട്ടിച്ച് ഞാൻ എൻ്റെ കണ്ണും കൊണ്ട് കണ്ടതാ. 2 സൈഡിൽ ആൾ നിന്ന് ലിവറും കൊണ്ട് 2 സൈഡിൽ നിന്ന് അടിച്ചാണ് അവൻ്റെ ഗ്ലാസ് പൊട്ടിച്ചത്. വണ്ടി അപകടത്തിലൊന്നുമല്ല അതിൻ്റെ ഗ്ലാസ് പൊട്ടിയത്. ഞാൻ എത്രയോ ചർച്ചകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാലുവിൻ്റെ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടി ഒരു അപകടത്തിൽ പൊട്ടിയാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ പരിശോധിച്ച് നോക്കിയോ. ഒരിക്കലും അങ്ങനെ വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല ഗ്ലാസ് പൊട്ടണത്. ഞാൻ എത്രയോ അപകടം കണ്ടേക്കുന്ന ആളാണ്. ഞാൻ അത് പറഞ്ഞിട്ട് ആരും മുഖവിലേക്ക് എടുത്തില്ല, അടിച്ചു പൊട്ടിച്ചു. ഇത് കഴിഞ്ഞിട്ട് 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറൊരു ഇന്നോവ വന്ന് നിന്നു. വെള്ള കളറാണ് എനിക്ക് തോന്നുന്നത്, വെള്ളയാണ്, വെള്ള കളറിലാണ് വന്നു. അതിൽ നിന്ന് കുറച്ച് പേര് ഇങ്ങോട്ട് ഇറങ്ങും, ഇതിൽ നിന്ന് കുറച്ച് പേര് അങ്ങോട്ട് ഇറങ്ങും. എന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുറേ ആൾക്കാരും കൂടി ഇരിക്കണം. ഇത് കാരണം ആ സമയത്ത് ആ റോട്ടിൽ ഓരോ വാഹനം തിരുവനന്തപുരം സൈഡിലേക്കോ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം സൈഡിലേക്കോ പോയിട്ടില്ല. അതായിരുന്നു അവരുടെ വിജയം, അത് തന്നെയായിരുന്നു അവരുടെ വിജയം. പക്ഷെ ഞാനിവിടെ കിടന്നിങ്ങനെ കിടക്കണമെന്നുള്ള കാര്യം അവർക്ക് ആർക്കും മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. ഇത് കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞൊരു 3-4 മിനിറ്റിനുള്ളിൽ ഈ വണ്ടികളെല്ലാം മുന്നോട്ടേക്ക് പോയി, നല്ല സ്പീഡിൽ എടുത്തു പോയി. കണ്ട,
അതായത് വണ്ടി തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്ക് ആക്സിഡൻ്റ് ആവുന്നതിന് മുമ്പ് പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഈ വണ്ടിയെ ആക്രമിച്ചിട്ടുണ്ട് ഒരുപാട് പേര്. അതൊരു പക്ഷേ ഈ പറഞ്ഞ ഡ്രൈവർ അർജുൻ്റെ ടീമായിരിക്കാം. അതിനകത്ത് പെട്ടിക്കകത്തിരിക്കുന്ന സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അർജുൻ കൊടുത്തൊരു ഇൻഫർമേഷൻ്റെ മുകളിൽ വന്ന ടീമായിരിക്കാം. ഗോട്ട് മൈ പോയിന്റ്. ഇവിടെ ഇനി എങ്ങനെ പ്രകാശൻ തമ്പിയുടെ റോള് വരുന്നു എന്ന് ഞാൻ പറയാം. പ്രകാശൻ തമ്പി നൈസായിട്ട് ഈ അർജുൻ തന്നെയാണോ വണ്ടി ഓടിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട്, അതായത് അർജുനല്ല, ആദ്യം അർജുൻ പറഞ്ഞു ബാലഭാസ്കർ വണ്ടി ഓടിച്ചതെന്ന് പറഞ്ഞു. അപ്പം അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാനാന്നുള്ള വ്യാജേനെ അടുത്തുള്ള ജ്യൂസ് ഷോപ്പിൽ ലാസ്റ്റ് ഇവർ വണ്ടി നിർത്തി ജ്യൂസ് ഷോപ്പിൻ്റെ ഫ്രണ്ടിലുള്ള CCTV വിഷ്വലിനകത്ത് കാണുമായിരുന്നു ആര് വണ്ടി ഓടിച്ചു, ഈ ഇനോവ ആര് ഓടിച്ചു എന്നുള്ളത് കാണുമായിരുന്നു എന്നുള്ള രീതിക്ക് അവിടെ പോയിട്ട് ആ CCTV ക്യാമറ മുക്കിയിട്ടുണ്ട്. കൊല്ലത്തെ ജ്യൂസ് കടയിലെ CCTV ദൃശ്യങ്ങൾ ഈ അന്വേഷണത്തെ സംബന്ധിച്ചോളം ഏറെ നിർണായകമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ അപകട മരണത്തിലെ ദുരൂഹത അന്വേഷിക്കലാണ്. ഈ അപകട മരണം, അതായത് ഈ അപകട സമയത്ത് വാഹനം ഓടിച്ചത് അർജുനായിരുന്നു ബാലഭാസ്കർ ആയിരുന്നു എന്നാണ് ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ബാലഭാസ്കറാണ് വാഹന അപകട സമയത്ത് വണ്ടി ഓടിച്ചിരുന്നത് എന്നാണ് അർജുൻ മൊഴി നൽകിയത്. അത് കൊല്ലത്തെ ജ്യൂസ് കടയിലെത്തി ജ്യൂസ് കുടിച്ചതിന് ശേഷം ബാലഭാസ്കർ വാഹനം ഓടിച്ചു എന്നായിരുന്നു അർജുൻ ക്രൈംബ്രാഞ്ച് നൽകിയ മൊഴി. അടുത്ത സുഹൃത്തുക്കളോടായി പറഞ്ഞ മൊഴി. തമ്പിയോടും ഇത്തരത്തിലുള്ളൊരു മൊഴി പറഞ്ഞു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ തമ്പി ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞൊരു കാര്യം, ഈ പറയുന്ന അർജുൻ്റെ മൊഴിയിൽ ചില സംശയങ്ങൾ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് താൻ പോയി അവിടെ പരിശോധിച്ചത്. അത് നിസാം എന്ന് പറയുന്ന ഈ ഷംനാദിൻ്റെ ഒരു സുഹൃത്താണ് അവിടെ CCTV വെച്ചത്. ആ CCTV നിസാമിൻ്റെ സഹായത്തോടു കൂടി എടുത്തു പരിശോധിച്ചു എന്നാണ് പ്രകാശ് തമ്പി ക്രൈംബ്രാഞ്ച് DYSP ഹരികൃഷ്ണൻ നൽകിയ മൊഴി. അതായത് ഈ ഷംനാദ് മൊഴി നൽകിയതിന് ശേഷം ജ്യൂസ് കട ഉടമ ഷംനാദ് മൊഴി നൽകിയിരുന്നു. തൻ്റെ ഈ പോലീസ് വരുന്നതിന് മുമ്പ് ഈ പ്രകാശ് തമ്പി നിസാമിൻ്റെ സഹായത്തോടെ വരികയും അവിടെ നിന്ന് ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിരുന്നു എന്നാണ് മൊഴി നൽകിയത്. ഇതിന് ശേഷമാണ് പ്രകാശ് തമ്പിയെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തത്. ഇവിടെയാണ് ഞാൻ ഈ പറഞ്ഞ പ്രകാശ് തമ്പിൻ്റെ ഇൻവോൾവ്മെൻറ്റ് പറയുന്നത്. അതായത് ഈ കേസ് നടന്നിട്ടുണ്ടാവുക, അർജുൻ ഈ പറഞ്ഞ സ്വർണം അടിക്കാൻ വേണ്ടി രാത്രി സമയത്തൊരു യാത്ര പ്ലാൻ ചെയ്യുന്നു തൃശ്ശൂർ ടു തിരുവനന്തപുരം. അതിനിടയിൽ അർജുൻ പ്ലാൻ ചെയ്ത പോലൊരു ടീം വണ്ടിയിൽ സ്വർണം പൊട്ടിക്കാൻ വേണ്ടി, ആക്രമിച്ച് സ്വർണം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിലേക്ക് വരുന്നു. ആ പ്ലാന് പാളുന്നു, അല്ലെങ്കിൽ അവിടെ അങ്ങനത്തെ ഒരു കെയോസ് സിറ്റുവേഷൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇവർ സക്സസ്ഫുള്ളായിട്ട് സാധനം എടുക്കുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ പ്ലാൻ ആദ്യമേ അറിഞ്ഞ പ്രകാശ് തമ്പിയുടെ ടീമും അവിടെ എത്തുന്നു. അതാണ് ശോഭി പറഞ്ഞത്. അവിടെ 1-2 ഇനോവയും കുറച്ച് ആളുകളും തമ്മിലുള്ള അടിയും ഈ കൂട്ടത്തല്ലും പ്ലസ് ഈ വണ്ടിയുടെ ചില്ലടിച്ച് പൊട്ടിക്കലും. മനസ്സിലായ? അപ്പം അവിടെ ഒന്നില്ലെങ്കിൽ അർജുൻ്റെ പ്ലാൻ ആദ്യമേ മനസ്സിലാക്കിയ പ്രകാശൻ തമ്പി അയാളുടെ ടീം വിട്ടിട്ടുണ്ടാവും, അർജുൻ്റെ ടീമും വന്നിട്ടുണ്ടാവും. ഇതിനിടയിൽ കുടുങ്ങിപ്പോയത് ഈ പറഞ്ഞ ബാലഭാസ്കറിൻ്റെ ഫാമിലിയും വണ്ടി. സ്വർണം എന്തായാലും വണ്ടിക്കകത്ത്. ഈ സ്വർണം ആർക്ക് കിട്ടി എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു പിടുത്തവും എന്താ പറയുക, എൻ്റെ ഊഹാപോഹ കഥയിൽ എനിക്കില്ല. എന്താണെങ്കിലും അവിടെ വണ്ടി അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഏതോ ഒരു ടീം. അർജുൻ്റെ ടീമായിരിക്കാം, പ്രകാശൻ തമ്പിയുടെ ടീമായിരിക്കാം. എന്തായാലും പ്രകാശൻ തമ്പീൻ്റെ ടീമാണെങ്കിലും അർജുൻ്റെ ടീമാണെങ്കിലും പ്രകാശൻ തമ്പി പോയിട്ട് ഈ CCTV വിഷ്വൽ എടുത്തത് വണ്ടി ഓടിച്ചത് ആരാന്നറിയാൻ വേണ്ടിയിട്ടാവില്ല. അതേ കടയുടെ മുന്നിലൂടെ ഇവരെ ഫോളോ ചെയ്തു പോകുന്ന പ്രകാശൻ തമ്പിയുടെയോ അല്ലാന്നുണ്ടെങ്കിൽ അർജുൻ്റെയോ ടീമിൻ്റെ വണ്ടിയുടെയോ ഡീറ്റെയിൽസോ കിട്ടരുത് എന്നുള്ളത് കൊണ്ട് ആ CCTV വിഷ്വൽസ് മുക്കിക്കാണും. പെട്രോൾ പമ്പിലെ CCTV വർക്കിംഗ് അല്ല എന്ന് പറയുന്നുണ്ട്. വർക്കിംഗ് അല്ലാതാക്കിയതാണോ ഇനി അടിച്ചു മാറ്റിയതാണോ എന്നുള്ളതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ വണ്ടി അടിച്ച് പൊട്ടിക്കുന്നതിൻ്റെ വിഷ്വൽസ് കിട്ടിയിരുന്നു. എന്താണെങ്കിലും പ്രകാശൻ തമ്പിയുടെ ടീമും അർജുൻ്റെ ടീമും ഓക്കെ, ഇവർ തമ്മിലുള്ള ക്ലാഷ്, ഈ ക്ലാഷ്, ഈ സ്വർണം ഈ വണ്ടിക്കകത്ത്, ഇതാണ് ഈ ഇൻസിഡൻറ്റിൻ്റെ മേജർ ട്വിസ്റ്റ് വരുന്നത്. ഓക്കെ, ഇവർ ആക്റ്റീവായിട്ട് സ്വർണം ഡീൽ ചെയ്യുന്ന ആളുകളാണ് ഇപ്പോഴും. ഓക്കെ, ഇപ്പോഴും ഇങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത്രയധികം ഒരു വിറ്റ്നസ് ആയിട്ടൊരു വ്യക്തി ആ മരം വെട്ടിക്കളഞ്ഞു. അതിൻ്റെ വിഷയം എവിടെയൊക്കെ മറുനാടൻ പണ്ട് ഇട്ടയിലുണ്ട്, മരം വെട്ടിക്കളഞ്ഞിട്ടുണ്ട്, മരം പോയി, റോഡ് വികസനം, മരത്തിൻ്റെ വഴിക്ക് പോയി. പിന്നെ ആകെ തെളിവുണ്ടായിരുന്ന ഫോറൻസിക്കിന് എടുക്കാനുള്ളത് ഈ ഇനോവയായിരുന്നു. ഇനോവ ഇപ്പോൾ കാടും പൊന്നിയും പിടിച്ച് കിടക്കുകയാണ്. ഇനോവയും തീരുമാനമായി. ഇനി ഇവർ എന്തെടുത്ത് വെച്ച് തെളിവടിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ആർക്കും ഒരു ഐഡിയ ഇല്ല. എനിക്കൊരു ഐഡിയ ഇല്ല ഇനി എവിടെ നിന്ന് എന്ത് തെളിവുണ്ടാക്കും ഈ കേസിൽ എന്നുള്ളത്. കാരണം ഈ ബാലഭാസ്കർ മരണമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഏത് ആസ്പെക്റ്റിൽ എന്ത് സംഭവം നിങ്ങൾ എടുത്തു നോക്കിയോ, ഒന്ന് അർജുൻ എന്ന് പറഞ്ഞ ഡ്രൈവർക്ക് ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല, വണ്ടി സ്ട്രെയിറ്റ് അവേ പോയിട്ട് മരത്തിനടിച്ചിട്ട്. സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്ന വൈഫും കുട്ടിയും, കുട്ടി മരിച്ചു, വൈഫിന് സാരമായ പരിക്ക്, ബാലഭാസ്കർ മരിക്കുന്നു. നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഡ്രൈവർ എസ്കേപ്പ്, അപ്പോൾ ഡ്രൈവർ ഓൾറെഡി
കരുതി കൂട്ടി കൊണ്ടുപോയി കുത്തിച്ചു. സോബി പറഞ്ഞ പോലെയാണെങ്കിൽ വണ്ടി തല്ലി പൊട്ടിച്ചതിന് ശേഷം അതൊരു അപകട മരണമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് അവേ കൊണ്ടുപോയി മരത്തിൽ കൊണ്ടുപോയി കയറ്റി. ദൃക്സാക്ഷിയായ വ്യക്തി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ആ വളവിൽ ഇത്ര സ്പീഡിൽ വന്നാൽ അവിടെയും അറിയും, മരത്തിൽ കൊണ്ടുപോയി കുത്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ദൃക്സാക്ഷിയായ വ്യക്തി കൂടി ചേർന്നിട്ടാണ്, ആ വണ്ടിയിൽ കുറേ പെട്ടികൾ ഉണ്ടായിരുന്നു, ഈ പെട്ടിയൊക്കെ എടുത്തിട്ട് പോലീസുകാർക്ക് വണ്ടിയിലേക്ക് വെച്ചു കൊടുത്തു. അപ്പോൾ ആ പെട്ടികളിൽ ഉണ്ടായിരുന്ന സ്വർണമാണോ ഇവരുടെ ടാർഗറ്റ്? തമ്പിയും അർജുനും കൂടി കൂട്ടി ചെയ്ത ഒരു ഓപ്പറേഷനാണോ, അതോ അർജുൻ അടിച്ചു മാറ്റാൻ വിചാരിച്ച സാധനം തമ്പിയുടേതാണോ? അത് മനസ്സിലാക്കിയ തമ്പീൻ്റെ ടീമിനെ വിടുകയും അർജുൻ്റെ ടീം വരികയും അവിടെ ഒരു ക്ലാഷ് നടക്കുകയും ഇത് കണ്ടു നിന്ന ബാലഭാസ്കർ ചിലപ്പോൾ ഈ പറഞ്ഞ സ്വർണ്ണക്കടത്തിൻ്റെ ഭാഗമൊന്നും ആവില്ല. ഇതൊക്കെ നടക്കുമ്പോഴാവും അയാൾ റിയലൈസ് ചെയ്തേ അയാളെ വെച്ച് ഇവർ മുതലെടുത്ത് ഈ സ്വർണ്ണക്കച്ചവടം നടത്തുന്നുണ്ട് എന്നുള്ളത് അവിടുന്ന് മനസ്സിലായി കാണും, ചോദ്യം ചെയ്ത് കാണും. അവിടുന്ന് ബാലഭാസ്കറിനെ തീർത്ത് കാണും. കാരണം സോബി വീണ്ടും പറയുന്നുണ്ട്, സോബി വരുന്ന സമയത്തും അല്ലെങ്കിൽ ദൃക്സാക്ഷി പറയുന്നുണ്ട്, ദൃക്സാക്ഷി വരുന്ന സമയത്തും ബാലഭാസ്കർ റോട്ടിൽ കിടക്കുകയാണ്. ഓക്കെ, എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഉറക്കത്തിൽ കിടന്നു, ഭയങ്കരമായ ഒരു സൗണ്ട് കേട്ടു. അങ്ങനെ ഞാൻ ഭയങ്കര സൗണ്ട് എന്നാൽ അത്രയ്ക്ക് ഒരു ബോംബ് പൊട്ടുന്ന സൗണ്ടായിരുന്നു. ഞാനങ്ങ് എൻ്റെ ഒരു കൂട്ടുകാരനെ അപ്പോൾ ഉറക്കത്തിൽ ചാടി നെട്ടി എഴുതിച്ചിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ആക്സിഡൻ്റാണ് എന്ന്. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ആരുമില്ല. ഞങ്ങൾ 2-3 പേര് ശ്രമിച്ചിട്ട് നടക്കില്ലാണ്. അപ്പോൾ പുകയും ആളി പടരുന്ന പുക, തുറക്കാനോ ഒന്നിനും എടുക്കാനോ ഒന്നിനും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഓടുന്ന പെട്ടെന്ന് വണ്ടി എടുത്ത് റോഡിൽ ചെല്ലുമ്പോഴത്തേക്ക് ബാലഭാസ്കരനെ റോഡിൽ കിടത്തിയിരിക്കുകയാണ്. ഭാര്യ ഒരു ആംബുലൻസ്. അപ്പോഴാണ് ഞാൻ പുള്ളിയെ ഇതുപോലെ കണ്ടിട്ടുണ്ട്, പ്രോഗ്രാമിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യം നോക്കി ഒന്ന്, വീണ്ടും എനിക്കൊരു സംശയം വന്ന് വീണ്ടും ഞാൻ ചെന്ന് നോക്കിയപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചത് എന്തെന്ന്, എൻ്റെ മകളൊക്കെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാനും അറിയുന്ന മകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് പുള്ളി വേറൊരു ആംബുലൻസ് വന്ന് പുള്ളി ആ ആംബുലൻസിൽ കയറ്റി ഭാര്യ കയറ്റി. അവസാനം ഡ്രൈവറെ എടുക്കാൻ വേണ്ടിയാണ് അത്രയും ബുദ്ധിമുട്ട്. ഒരു അരമണിക്കൂറോളം ഞങ്ങൾ ബുദ്ധിമുട്ട്. പുള്ളിയുടെ കാല് ഒടിഞ്ഞിട്ട് അകത്തോട്ട് കയറി, സീറ്റിൻ്റെ ഇടയിലോട്ട് കയറി. സ്റ്റിയറിംഗ് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. പുള്ളി ഒരു ബർമൂഡയും ടീഷർട്ടാണ് കിട്ടും. പുള്ളി നമ്മൾ കാലെടുത്തെങ്കിലേ പുള്ളി സീറ്റിൽ നിന്ന് ഊരി എടുത്ത് അങ്ങോട്ട് വണ്ടിയിൽ കയറ്റാൻ പറ്റൂ. പുള്ളി അതിനെ സമ്മതിക്കുന്നില്ല. ഈ ഡ്രൈവർ എന്ന് പറയുന്ന പുള്ളി സമ്മതിക്കുന്നു. അല്ലെ ബാലഭാസ്കരനല്ല വണ്ടി ഓടിച്ചു. അത് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കിയെടുത്തോളൂ. ഇത് ഈ കാർ ആ മരത്തിൽ ഇടിക്കണമെങ്കിൽ തന്നെ അത് പ്ലാൻഡ് ആയിട്ടുള്ള ഒരിത് തന്നെയാണ്, ഒരു പ്ലാന് തന്നെയാണ്. പുള്ളിയെ കൊല്ലാനുള്ള ഒരു ഇതാണെന്നാണ് എൻ്റെ 100%. പോലീസുകാർ വന്ന് ചോദിച്ചപ്പോഴും അപ്പോൾ പെട്ടികളെല്ലാം ഈ കാറിൽ നിന്നെല്ലാം പോലീസ് സ്റ്റേഷനിൽ ജീപ്പിൽ പറക്കി വെച്ച് കൊടുക്കുന്നത് വരെ ഞാനാണ്. ഒരു 6-7 പെട്ടി ഉണ്ടായിരുന്നു. അതെല്ലാം ഞാനും കൂടെ നിന്നാണ് പോലീസുകാരുമായിട്ട് പറക്കി അതിൽ വെച്ച് കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ ഇത് സ്വാഭാവിക ആക്സിഡൻ്റ് അല്ല എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു ഉറങ്ങിയ ഇതാണെങ്കിലും അടുത്ത കടയുണ്ട്, അവിടെ നിന്ന് കയറിയേ വരുള്ളൂ. ആ കട ഇടിച്ച് തകർത്തേ കയറുള്ളൂ. പക്ഷേ ഇത് കറക്റ്റ് ആ മരത്തിലായിട്ടാണ് ഇടിച്ചിരിക്കുന്നത്. ആ മരത്തിലിടിക്കുകയാണ് ഇത്. എന്നുവെച്ചാൽ ഒരു ഡ്രൈവർ ഉറങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. പെട്ടെന്ന് നമുക്ക് എന്തായിരുന്നാലും നമുക്കറിയാം. ഡ്രൈവർ ഉറങ്ങിപ്പോയാൽ നമ്മൾ പിടിക്കുന്നിടത്ത് നിൽക്കില്ല. ഇത് കറക്റ്റ് ആ മരത്തിൽ തന്നെ ഇടിച്ച് നിൽക്കുക. പക്ഷേ ഞാനിപ്പോഴും പറയാം, പുള്ളിയെ കണ്ടാലും എനിക്ക് നല്ലപോലെ അറിയാം, ഈ ഡ്രൈവറിനെ കണ്ടാലും അറിയാം. നമ്മുടെ ഡ്രൈവർ സീറ്റിൽ നിന്നാണ് എടുത്തത്. പക്ഷേ ബാലഭാസ്കർ ഞാൻ വരുമ്പോഴത്തേക്ക് റോഡിൽ തന്നെയാണ് കിടക്കുന്നത്, റോഡിൽ എടുത്ത് കിടത്തിയിരിക്കുകയാണ്. ബാലഭാസ്കറിൻ്റെ ഭാര്യ ആംബുലൻസിൽ കിടത്തിയിരിക്കുകയാണ്. പുള്ളി എന്നോട് ചോദിക്കുകയും ചെയ്തു മകളും ഭാര്യയെന്ന്. എൻ്റെ കാര്യം ശരിക്കും ഡ്രൈവറെ ചോദ്യം ചെയ്താൽ, പോലീസിൻ്റെ മുറയിൽ ചോദ്യം ചെയ്താൽ ശരിക്കും അദ്ദേഹം പറയും. അതാണ് എൻ്റെ സത്യാവസ്ഥ. ഡ്രൈവറെ എടുക്കുന്ന സമയത്ത് ആരുമില്ല, ഞങ്ങൾ നാട്ടുകാർ തന്നെയാണ് അവിടെ. അതിന് ശേഷമാണ് പിന്നെ കുറച്ച് ആൾക്കാർ അവിടെ ചേരുന്നത്, എടുക്കുന്നത്, എല്ലാ കാര്യവും കാണാൻ സാധ്യതയുണ്ട്. കാരണം പെട്ടികൾ 6-7 എണ്ണം ഉണ്ട്. മംഗലാപുരം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുമായിട്ട് ഞാനും കൂടെയാണ് ആ പെട്ടി പറക്കി വെച്ച് കൊടുക്കുന്നത്. ലോക്കൽ പോലീസ്, CBI വന്നിരുന്നു, പിന്നെ ആറ്റിങ്ങൽ SP വന്നിരുന്നു. എല്ലാവർക്കും ഒരേ റിപ്പോർട്ട് തന്നെ, ഞാൻ കണ്ട കാര്യം, ഞാൻ ചെയ്ത കാര്യം തന്നെയാണ് മൊത്തം പറഞ്ഞത്. ദൃക്സാക്ഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇയാൾ ഇനി ഇത് എവിടെയും മാറ്റി പറയാനൊന്നും പോണില്ല. ഓക്കെ, അയാൾ ഇങ്ങനെ തന്നെ പറയും, കാരണം അയാൾ സാധാരണക്കാരൻ. ഇതിൻ്റെ ഫസ്റ്റ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഓഫീസർ ഹീസ് നോ മോർ. അയാളൊരു റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ദുരൂഹ സാഹചര്യത്തിൽ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ചില്ലറ ടീം ചെയ്ത പരിപാടിയല്ല. ഓക്കെ, എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് ബാലഭാസ്കറിൻ്റെ വൈഫിന് അറിയുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ബാലഭാസ്കറിൻ്റെ വൈഫ് തന്നെയാവും ഇതിലിഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട്
വരും കാലങ്ങളിൽ തുറന്നു പറയേണ്ട ഒരാൾ. ഓക്കെ, കാരണം ബാലഭാസ്കറുമായിട്ട് ചുറ്റിപ്പറ്റ ഈ ഡ്രൈവറും ഈ മറ്റേ മാനേജർ എന്ന് പറയുന്ന വ്യക്തിയും ഒക്കെ ഈ ഗോൾഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളിൽ നിരന്തരമായി പെടുന്നു. അവർ ഗോൾഡ് സ്മഗ്ലിങ് ചെയ്യുന്നു, പെടുന്നതല്ല ചെയ്തിട്ട് കുടുങ്ങുന്നു ഒക്കെ ആവുമ്പോൾ ഈ പെർട്ടിക്കുലർ കേസിൽ ഈ മനുഷ്യൻ ഇല്ലാതായതിന് കാരണമാണ് ഒന്നില്ലെങ്കിൽ ഈ ബാലഭാസ്കർ പോട്ടെ കുട്ടിയോടുള്ളൊരു ഇമോഷൻ വെച്ചിട്ടെങ്കിലും അവർക്ക് അറിയുന്ന കാര്യങ്ങൾ അവർ തുറന്നു പറയണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഇതാരും വലിച്ചിടുന്നു അല്ല കേട്ടോ ഇതിലേക്ക്. പക്ഷേ ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്കൊരു നമ്മളത്ര ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ്, നമുക്കത്ര ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മരിക്കുമ്പോൾ അതിലൊരു അലുകും തുമ്പലും ഇല്ലാതെ പോകുമ്പോൾ എവിടെ നിന്നൊക്കെയോ കുറേ ഫാക്ടേഴ്സ് നമ്മളെ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ നോക്കുന്ന പോലെ എനിക്കൊരു പേഴ്സണൽ തോന്നലൊക്കെ തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഈ പെരിന്തൽമണ്ണ കേസ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് വെച്ച് നോക്കേണ്ടതോ അല്ലെങ്കിൽ ഈ ജസ്റ്റ് നോക്കി പോകുന്ന വഴിക്ക് ഈ ഒരു പേര് സ്ട്രൈക്കിംഗ് ആയിട്ട് അർജുൻ്റെ പേര് വരുമൊന്നും ഇല്ലല്ലോ ഇവിടെ. ബാലഭാസ്കറിൻ്റെ അച്ഛൻ ബിഹൈൻഡ് ദ വുഡിന് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതായാലും ഈ സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതിന് ഒരു പ്രാവശ്യം 25 കിലോ ഒരുമിച്ച് പിടിച്ചു. പിന്നെ അത് ഒരു കുറേ പ്രാവശ്യം അതുപോലെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണം. അവർ മുന്നേയും ചെയ്തിട്ടുണ്ടെന്ന് അവർ തന്നെ സമ്മതിക്കുന്നതാണ്. അതല്ല, അവർ പറയണത് ബാലു മരിച്ചതിന് ശേഷമാണ് ചെയ്തതെന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ കാശ് കിട്ടാതായപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇടപെട്ടിരുന്നത് അത് വിശ്വസിക്കുന്നില്ല. ചെയ്യണത് അവർ നേരത്തെ ചെയ്തതാണ്. ചെറുതായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലെങ്കിൽ ചെയ്തു തുടങ്ങിയെന്നൊക്കെ പറയുന്നവരൊക്കെ 25 കിലോ ഒക്കെ കൊണ്ടുവരാൻ പിന്നെ അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കഥ കൂടിയാണ്. അത് ഒരു പ്രാവശ്യം അതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. പിടിക്കപ്പെടുന്നതിന് പ്രാവശ്യം 25 കിലോ എന്ന് പറഞ്ഞാൽ വലിയ ഇതല്ലേ. ഇനിയിപ്പം ബാലഭാസ്കറിൻ്റെ പേര് ഇതിനകത്ത് വരണം. ഞാൻ പറഞ്ഞ പേര് വരണമെങ്കിൽ ഇപ്പം എന്താ, അവന് ചെയ്തതാണെങ്കിൽ വരട്ടെ. ബാലു ഇൻവോൾവ് ആണെങ്കിൽ ആ പേര് വരണേനെന്താ, അവൻ പ്രേതലോകത്ത് പോയി അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സ്റ്റീഫൻ ദേവസി അവരെല്ലാവരും എന്നോട് പറഞ്ഞു അങ്ങനെ അവനെ വലിച്ചയക്കരുത്. ഞാൻ പറഞ്ഞു അവൻ ചെയ്തിട്ട് വലിച്ചയക്കുകയല്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ വരട്ടെ വെളിയിൽ. നമ്മുടെ മോനായതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊന്നും ഇല്ലല്ലോ. സാധാരണ രീതിയിൽ ചെയ്യില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല അവന്. അല്ലാതെ തന്നെ കാശ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് അവൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാശ്. ഈ പിടിച്ച കേസിലെ പ്രതികൾ പറഞ്ഞിരുന്നത് ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണ് അതിനെ സഹായിച്ചതെന്നാണ്. പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളിയെ ശരിക്കും പരിചയപ്പെടുത്തിയത് ബാലഭാസ്കറാണ്. ഇവർ തമ്മിലും പരിചയപ്പെടുത്തിയത് ബാലു മിക്കവാറും 30 ദിവസം ഒരു മാസത്തിലുള്ള ഒരു 5-6 പ്രാവശ്യമെങ്കിലും ഗൾഫ് ഏരിയ അവരോടൊക്കെ പോകുമായിരുന്നു. അങ്ങനെ പോയി അവരായിട്ട് പരിചയം കാണുമായിരിക്കും. അവൻ്റെ ട്രൂപ്പിലുള്ള ആളുകളെ പരിചയപ്പെടുത്തി കാണും. ആ പരിചയം അവർ ഉപയോഗിക്കുകയായിരുന്നു. അവര് ഉപയോഗിക്കും. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് 1-2 സാധനങ്ങൾ വളരെ വ്യക്തമാണ്. ബാലു കണ്ടിന്യൂസ് ആയിട്ട്, ബാലഭാസ്കർ എന്ന് പറഞ്ഞ വ്യക്തി ഭയങ്കരമായിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ യാത്ര ചെയ്യുന്ന, അന്യരാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്ത് വരുന്ന ഒരാളാണ്. ഒരു മാസത്തിൽ ഒരു 5-6-7 വട്ടയ്ക്ക് പോയി വരും എന്നുള്ള കാര്യം ക്ലിയറായി. കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ പരിചയപ്പെടുത്തി കൊടുത്തു എന്ന് പറയുന്നു. ഇതല്ലാതെ മറ്റ് ആർട്ടിസ്റ്റുകൾ പലരുടെയും പേര് പറയുന്നുണ്ട്. അവരൊക്കെ പറയുന്നു ഇതിലേക്ക് ബാലഭാസ്കറിൻ്റെ പേര് കൂട്ടിച്ചേർക്കരുത് ഈ ഗോൾഡ് സ്മഗ്ലിങ്ങിലേക്ക് എന്ന് പറയുന്നു. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഒരു നാട്ടിൽ ഏറ്റവും കൂടുതൽ വിദേശ യാത്ര നടത്തുന്നത് ആരായിരിക്കും? ബിസിനസ്സുകാർ, സെലിബ്രിറ്റീസായ ആർട്ടിസ്റ്റുകൾ, സിനിമാ നടൻ, നടി, സിനിമയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, ആർട്ടിസ്റ്റുകൾ. ഓക്കെ, ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾ, ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ബിസിനസ്സുകാർ, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ്. സാധാരണക്കാരെന്തായാലും പോകില്ലല്ലോ, ചാൻസ് ഇല്ല. ഈ ആർട്ടിസ്റ്റുകൾ തന്നെ പോകുന്നതിൽ ഏറ്റവും കൂടുതൽ ആരാവും പോവുക? സ്റ്റേജ് ഷോ ചെയ്യുന്നവർ, കൊമേഡിയൻസ്, മെയിൻലി പാട്ട് പാടുന്നവരായിരിക്കും. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരുപാട് സ്റ്റേജ് കിട്ടുന്ന ഒരാളാണ് ആര്? ബാലഭാസ്കർ. കിട്ടിയിരുന്ന ഒരാളാണ് ബാലഭാസ്കർ. ബാലഭാസ്കറിൻ്റെ മരണം സംഭവിക്കുന്നത് ഏത് വർഷമാണ്? ബാലഭാസ്കർ മരിക്കുന്നത് 2018-ലാണ്. ബാലഭാസ്കറിൻ്റെ അച്ഛൻ പറയുന്നൊരു കാര്യം, ഫിൽത്തി റിച്ചാണ് ബാലഭാസ്കർ എന്ന് പറയുന്നത്. അവന് പൈസ ഇഷ്ടം പോലെ ഉണ്ട്, അവൻ്റെ കയ്യിൽ നിന്ന് എല്ലാവരും കടം വാങ്ങുകയായിരിക്കും, അവന് ഇഷ്ടം പോലെ പൈസ ഉണ്ട്. സ്റ്റേജ് ഷോസും കാര്യങ്ങളൊക്കെ ഒരു ബാലഭാസ്കർ നിങ്ങൾ 2006 ഒരു 10 കൊല്ലം കൂട്ടിക്കും, 2006 മുതൽ 2018 വരെ 10-12 കൊല്ലം സ്റ്റേജ് ഷോസ് ചെയ്താലും അന്നൊക്കെ ഉള്ളൊരു റെമ്യൂണറേഷൻ എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത്ര കോടിക്കണക്കിന് രൂപയുടെ ആസ്തി വരാൻ മാത്രമുള്ള സ്റ്റേജ് ഷോസ് ഈ വ്യക്തി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കൃത്യമായി ഒന്ന് അന്വേഷിക്കണം. അതോ ഈ പറഞ്ഞ വിദേശ യാത്രകൾക്കിടയിൽ, കാരണം ഒപ്പമുള്ള പല ആർട്ടിസ്റ്റുകൾക്കും, ഞാൻ വീണ്ടും പറയുന്ന പേരൊന്നും ഞാൻ ആരും പറയുന്നില്ല, ഞാനായിട്ട് പറയുന്നില്ല, ഇവരൊക്കെ എന്തിന് ഗോൾഡ് സ്മഗ്ലിങ്ങിലേക്ക് ഈ പറഞ്ഞ വ്യക്തിയുടെ പേര് വരണം? കാരണം അവരും ഇതേപോലെ യാത്ര ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്. ഓക്കെ, ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ, ഈ ആർട്ടിസ്റ്റുകളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഈ എയർപോർട്ടുകളിൽ കാണൂടെ, കസ്റ്റംസ് ഓഫീസേഴ്സും അവരും ഇവരൊക്കെ ആയിട്ട്. അപ്പോൾ ഇവർ വരുന്ന സമയത്ത് പൊതുവെ അങ്ങനത്തെ വലിയ ചെക്കിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യാതെ അങ്ങോട്ട് വിടും, ഒരു പ്രിവിലേജ് കൊടുക്കും. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് സംശയിക്കേണ്ടിയിരിക്കുന്നു.
ഈ ഒരു വിഷയത്തിൽ ഓക്കെ, ഈ പറഞ്ഞ ബാലഭാസ്കറിൻ്റെ വൈഫ് മിണ്ടാതിരിക്കുന്നത് ഇപ്പോഴും ബാലഭാസ്കറിൻ്റെ ഫ്രണ്ടായിട്ടുള്ള വ്യക്തികളിൽ ആരെങ്കിലും ഇതേപോലെ ഒരു പ്രഷർ ഇട്ടതാണെങ്കിലോ, അതായത് വെറുതെ എന്തിനാണ് ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു പേര് ഇതിലേക്ക് വലിച്ചഴയ്ക്കുന്നത് എന്നുള്ളൊരു ചോദ്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഗതിയോ ആയിരിക്കും, പറയാൻ പറ്റില്ല. ലൈക്ക് ഐ റിയലി ഡൗട്ട്. പറഞ്ഞിട്ടുണ്ടല്ലോ സ്റ്റീഫൻ ദേവസിയുടെ ഒക്കെ പേര് ഞാൻ പറഞ്ഞിരുന്നല്ലേ. സ്റ്റീഫൻ ദേവസിയുടെ പേര് പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിട്ടിക്കൽ ഐസിയിലാണ് ബാലു കിടന്നിരുന്നത്. ഈ ക്രിട്ടിക്കൽ ഐസിയിൽ ആർക്കും, സാധാരണ ഐസിയിൽ പോലും കയറണമെങ്കിൽ നിയന്ത്രണം വേണം. ക്രിട്ടിക്കൽ ഐസിയിൽ കയറണമെങ്കിൽ ആർക്കും പെർമിഷൻ ഇല്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങേര് കയറി 43 മിനിറ്റ് സംസാരിച്ചു എന്നാ പറഞ്ഞത്. 43 മിനിറ്റ് സംസാരിച്ചു, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനിട്ട് മേത്ത് തൊട്ടു എന്ന് പറഞ്ഞൊരു നേഴ്സും മൊഴി കൊടുത്തിട്ടുണ്ട്. ഇയാളെന്താ മേത്ത് തൊട്ടേ? അത് അയാളോട് വെച്ച് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചാന്ന്. ഇയാളെന്താ മാർപ്പാപ്പയാണോ ഈ മേത്ത് തൊട്ടൊക്കെ പ്രാർത്ഥിക്കുക? അല്ലെങ്കിൽ മദർ തെരേസയോ അസുഖം മാറാനായിട്ട്? അപ്പൊ അയാൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് അധികം വൈകാതെയാണ് ബാലു മരിച്ചതെന്നാണ് പറയണത്. അപ്പൊ എന്തുകൊണ്ട് ഇവരെക്കുറിച്ചൊരു അന്വേഷണം വന്നില്ല? എന്തുകൊണ്ട് സ്റ്റീഫൻ ദേവസിയൊക്കെ അല്ലെങ്കിൽ ഇതിന് ഒരു നമ്മുടെ നാട്ടിൽ സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ആക്ഷൻ കൗൺസിലോ അല്ലെങ്കിൽ ദുരൂഹത മറ്റും മറിച്ചെന്ന് പറഞ്ഞുകൊണ്ടും എന്തെല്ലാം കോലാഹലം ഉണ്ടാവണ. ഇത് കോടിക്കണക്കിന് പ്രേക്ഷകർ ആരാധകരായിട്ടുള്ള ഇത്രയും നല്ലൊരു മനുഷ്യൻ ഇപ്പൊ പുള്ളിനെ സ്വർണ്ണക്കടത്തുകാരനാക്കാനായിട്ടാണ് ആൾക്കാർ ശ്രമിക്കണേ. ഒരിക്കലും ഞാൻ ഇപ്പോഴും ചാനലിൽ പറയാം, ബാലഭാസ്കർ സ്വർണം കടത്തിയെന്ന് നിങ്ങൾ ആരും അറിയില്ല, അങ്ങനെ ഒരു വാർത്ത വരില്ല. പക്ഷെ കൂടെ ഉണ്ടായിരുന്നവർ ചെയ്തു എന്ന് വരും. ഇതാണ് കലാഭവൻ സോബി പറഞ്ഞ കുറേ കാര്യങ്ങളിൽ നമുക്ക് സംശയം വരുകൂടി. കാരണം ഒരു നടനോ നടിയോ മരിക്കുമ്പോൾ അതിലൊരു ദുരൂഹത ഉണ്ട്. ഇപ്പോൾ ഒന്നും വേണ്ട, ഇപ്പോൾ ഒരു സാധനം, ഒരു ഓട്ടോ ഓടിക്കുന്ന ചേട്ടൻ മരിച്ചു, ഒരു ദുരൂഹത ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു യൂണിയൻ, അവരുടെ ഒരു യൂണിറ്റി എന്താണെങ്കിലും പറയും. ഇപ്പോൾ നമ്മളെ നാട്ടിൽ അടുത്തുള്ള ഒരാൾ മരിച്ചു, നമ്മുടെ നാട്ടിലെല്ലാവരും കൂടിയിട്ട് ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കും. ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഒരുപാട് ദുരൂഹമായിട്ടുള്ള വെളിപ്പെടുത്തലുകളും ഒരുപാട് ദുരൂഹത ഉള്ളപ്പോഴും ഒപ്പമുള്ള സഹപ്രവർത്തകരൊന്നും അങ്ങനെ ഒരു ഏർജ് കാണിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പല പേരുകളും കലാഭവൻ സോബി പറയുന്നു. കലാഭവൻ സോബിയുടെ ക്രെഡിബിലിറ്റി തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കുറേ കേസുകൾ ന്യൂസിൽ വീണ്ടും കുത്തിപ്പൊങ്ങുന്നു. അയാളുടെ ചെക്ക് കേസ്, അത് ഇയാൾ കള്ളനാണ്, ഫെയിമിന് വേണ്ടി ചെയ്യുന്നു. കലാഭവൻ സോബി പറയുന്നത് ഞാൻ CBIക്ക് മൊഴി കൊടുത്തു, നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് മറ്റേ നുണപരിശോധനയ്ക്ക് വിധേയമാക്ക്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നുണയാണെങ്കിൽ അങ്ങനെ തെളിയുള്ളൂ എന്നൊക്കെയുള്ള വെല്ലുവിളികൾ കലാഭവൻ സോബി നടത്തിയിട്ടുണ്ട്. സ്റ്റിൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേസായിട്ട് റിലേറ്റ് ചെയ്ത്, അത് കലാഭവൻ സോബി പറഞ്ഞു വെച്ച അതേ കാര്യത്തിലേക്ക് തിരിച്ചു വരുന്നു. പെരിന്തൽമണ്ണ കേസ് റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോഴും ഈ ബാലഭാസ്കർ മരിച്ച സംഭവം അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഡ്രൈവർ അടക്കം അടക്കമുള്ള മാനേജർ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കലുമായിട്ട് ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ ആളുകളുടെ കൂട്ടത്തിൽ ചുറ്റും അങ്ങനെ ആളുകളുള്ള ഒരു വ്യക്തിയുടെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം, അത് ഇനിയും CBIയോ കേരള പോലീസോ ഏത് ഇൻവെസ്റ്റിഗേഷൻ ടീമിനോ തെളിയിക്കാൻ പറ്റിയില്ല എന്നാണെങ്കിൽ ഉന്നതരുടെ ഇടപെടലടക്കം ഇതിനകത്തുണ്ടെന്നുള്ളതല്ലേ നമ്മൾ സാധാരണക്കാർ സംശയിക്കേണ്ടേ? ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും മത നേതാക്കന്മാർക്കും അടക്കമുള്ള വലിയൊരു നെക്സസ് അവർ പൊളിഞ്ഞു വീഴും ഈ കേസ് അന്വേഷിച്ച് കറക്റ്റ് പ്രതികളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ബാലഭാസ്കർ നോർമലായിട്ട് ഓവർ സ്പീഡിൽ വന്ന വണ്ടി മരത്തിനടിച്ച് മരിച്ചു, അവിടെ തീർക്കണം. അതായിരുന്നു ആവശ്യം.